ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ അനുമിസ് ആണ്. നമുക്ക് ഇന്ന് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് റിവൈസ് ചെയ്യണം. ഇംപ്രൂവ്മെന്റ് എക്സാംസ് ഒക്കെ വരികയാണ്. അപ്പോൾ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നോക്കണം. അപ്പോൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. അതേപോലെ തന്നെ എന്താണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും അവർ മേക്ക് ചെയ്യുന്നില്ല. നമ്മൾ പഠിക്കുന്ന തിയറിയിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും 4 ടോപ്പിക്സ് ആണ് നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സിൽ പഠിക്കാനുള്ളൂ. നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അപ്പൊ ഡി ബ്ലോക്ക് എലിമെന്റുകൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഇടയിൽ കിടക്കുന്ന ആളുകളാണ് ഡി ബ്ലോക്ക് എലിമെന്റുകൾ എന്ന് പറയുന്നത്. അവസാനത്തെ ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലാണ് ഫിൽ ആവുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എലിമെന്റ്സ് ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 3 to 12 വരെ വരുന്ന ആളുകളാണ്. 3 തൊട്ട് 12 വരെയുള്ള ആളുകളാണ് ഡി ബ്ലോക്ക് എലിമെന്റുകൾ എന്ന് പറയുന്നത്. അവരെ നമ്മൾ ട്രാൻസിഷൻ മെറ്റലുകൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലിമെന്റുകൾ എന്ന് പറയും. ഇനി ഡി ബ്ലോക്കിന്റെ അടിയിൽ ഇവിടെ 2 ആളുകളെ വെച്ചിട്ടുണ്ട് അല്ലെ. 4F 5F എന്നാണ് അവരെ പറയുന്നത്. അവരാരാണ്? ലന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ചേർന്നുണ്ടാവുന്ന എന്ത് ബ്ലോക്ക് എലിമെന്റുകളാണ്? എഫ് ബ്ലോക്ക് എലിമെന്റ്സ്. അപ്പം ഡി ബ്ലോക്ക് എലിമെന്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലിമെന്റുകൾ എന്നും എഫ് ബ്ലോക്ക് എലിമെന്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഇന്നർ ട്രാൻസിഷൻ മെറ്റലുകൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലിമെന്റുകൾ എന്ന് പറയും. അപ്പൊ ട്രാൻസിഷൻ മെറ്റലുകളും ഇന്നർ ട്രാൻസിഷൻ മെറ്റലുകളും 2 പേരുകൾ ഓർത്തിരിക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡി ബ്ലോക്കിനെ 4 സീരീസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് ആൻഡ് 6D സീരീസ്. ഓക്കെ, അപ്പൊ നോക്കുക, 4 സീരീസുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3D 4D 5D 6D ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മെയിൻലി എക്സാമിന് ചോദിക്കുന്നത് 3D സീരീസ്, അതായത് സ്കാൻഡിയം ടു സിങ്ക് വരുന്ന 3D സീരീസ് ആണ് നമുക്ക് ചോദിക്കുക. ദിസ് ഇസ് 3D 4D 5D 6D. അപ്പം ഈ 3D സീരീസിനെ പറ്റിയിട്ട് നമുക്ക് മുഴുവൻ കാര്യങ്ങളും പഠിക്കണം. അതിന്റെ എലമെന്റുകളെ പറ്റി പഠിക്കണം, എല്ലാം തന്നെ പഠിക്കണം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെ, ഇത്തവണ ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു, എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്? എന്താണ് അവരെ ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് വിളിക്കാനുള്ള കാരണം? ട്രാൻസിഷൻ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? എന്തിൽ നിന്നോ എന്തിലേക്ക് മാറുകയാണ് അല്ലെ, ഒരു മാറ്റമാണ് കാണിക്കുന്നത്, ഒരു ചേഞ്ച് ആണ് കാണിക്കുന്നത്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇരിക്കുന്നത് എസിന്റെയും പിന്റെയും ഇടയിലാണ് അല്ലെ. അപ്പൊ എസിൽ നിന്ന് പിയിലേക്ക് നമ്മൾ പോകുമ്പം ഒരു ട്രാൻസിഷണൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട് ഇവര്. അപ്പൊ നോക്കിക്കേ, ബിക്കോസ് ദേ എക്സിബിറ്റ് ട്രാൻസിഷണൽ ബിഹേവിയർ ബിറ്റ്വീൻ എസ് ആൻഡ് പി ബ്ലോക്ക് എലിമെന്റ്. അതായത് എസ് ബ്ലോക്ക് എലിമെന്റുകൾ മെറ്റലുകളാണ്, അവർ അയണിക് ഇൻ നേച്ചർ ആണ്. അപ്പൊ ഹൈലി റിയാക്റ്റീവ് മെറ്റാലിക് ആയിട്ടുള്ള ഒരു അയണിക് നേച്ചറിൽ നിന്ന് എന്താണ് നേച്ചറും അതേപോലെ പി ബ്ലോക്കിന്റെ ഒരു കോവാലൻ നേച്ചറും ഇവരുടെ ഇടയിലുള്ള ഒരു ഇൻ ബിറ്റ്വീൻ ബിഹേവിയർ ആണ് നമ്മളുടെ ഡി ബ്ലോക്ക് എലിമെന്റുകൾ കാണിക്കുന്നത്. സെറ്റ് ആണല്ലോ, സെറ്റ് ആണ്. ഇനി ഡി ബ്ലോക്ക് എലിമെന്റ്സിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളുടെ അടുത്ത് എഴുതാനായിട്ട് ചോദിക്കും 1 മാർക്കിന്. എങ്ങനെയാണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? N-1, ഡിയിൽ 1 മുതൽ 10 വരെ ഇലക്ട്രോൺസ് നിറയ്ക്കാം. NS, എസിൽ 1 മുതൽ 2 വരെ ഇലക്ട്രോൺസ് നിറയ്ക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുക്കുക. അതിലും ഒരു എക്സെപ്ഷൻ ഉണ്ട് നമ്മുടെ പലേഡിയത്തിന്റെ കേസിൽ. പലേഡിയം എടുത്തു നോക്കിക്കേ, പലേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4Dയിൽ 10ഉം 5Sൽ 0യുമാണ്. അപ്പം നമ്മളുടെ അടുത്ത് ചോദിക്കുന്നു ചിലപ്പം, കാരണം ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ആണ് അല്ലെ. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലിമെന്റ്സ് എഴുതാൻ ചോദിച്ചിട്ട് ബി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഇതിൽ നിന്ന് എക്സെപ്ഷൻ കാണിക്കുന്നത് ആരാണ്? നമ്മുടെ പലേഡിയം ചേട്ടനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലേഡിയത്തിന് നമ്മൾ 4D8 5S2 എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ എന്താണ്, നമുക്കറിയാം ഡിയിൽ 10 ഇലക്ട്രോൺസ് വരുമ്പം ഡിയിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മൾ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസിൽ പഠിക്കുന്നതാണ് അല്ലെ. CR and CUന്റെ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, ഇവൻ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുന്നത് കൊണ്ട് എസിലെ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഡിയിലേക്ക് പോയിട്ട് 10 ഇലക്ട്രോൺസ് ആയിട്ടിരിക്കും. അപ്പൊ പലേഡിയത്തിന് എന്താണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ എക്സെപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 3D സീരീസ് പഠിക്കാൻ പോവാണ്. 3D സീരീസ് എന്ന് പറയുമ്പോൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. ഇതാണ് നമ്മളുടെ 3D സീരീസ് അല്ലെ. ഇത് നമ്മൾ ഓർത്തിരിക്കാൻ നമ്മളൊരു കോഡൊക്കെ പഠിച്ചിരുന്നു സ്കൂൾ ടൈമിൽ. വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ
കോഡ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്മുടെ അറ്റോമിക് നമ്പർ 25 ആയിട്ടുള്ള ക്രോമിയവും അറ്റോമിക് നമ്പർ 29 ആയിട്ടുള്ള കോപ്പറും ഇവർക്ക് എന്തുണ്ട്, ഇവർക്ക് ഒരു എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അത് ചോദിക്കും. ക്രോമിയം ആൻഡ് കോപ്പർ ഇവരുടെ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ക്രോമിയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദേ ആർഗൺ ചേട്ടന് എഴുതി കൊടുത്തു, 18 ഇലക്ട്രോൺസ് തീർന്നു. ഇനി എന്താണ്, 3Dയിൽ 5ഉം 4s 2ഉമാണ് ഇലക്ട്രോൺസ് വരുന്നത്. ഇനി കോപ്പറിന്റെ കേസ് എടുത്താൽ ആർഗൺ ചേട്ടന് എഴുതി കൊടുത്തു, 3Dയിൽ 10ഉം 4s ഇവിടെ ഒന്നാണേ, 4s 1ഉമാണ് വരുന്നത്. അതായത് ഇവിടെ ഇവരൊരു എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കാനുള്ള റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷെല്ലിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ആ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നത്. എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. സെറ്റ് ആണല്ലോ. അപ്പൊ 3D സീരീസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കിക്കേ, നമ്മുടെ IUPAC പറഞ്ഞ അനുസരിച്ചിട്ട് ഒരാൾ ട്രാൻസിഷൻ മെറ്റൽ ആണെങ്കിൽ, നമ്മൾ പറഞ്ഞു ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ മെറ്റലുകൾ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ IUPAC പറഞ്ഞു ട്രാൻസിഷൻ മെറ്റൽ എന്ന് ഞാൻ ഒരാളെ വിളിക്കണമെങ്കിൽ അവന് എന്ത് വേണം, ഫുള്ളി ഫിൽഡ് ആവാൻ അല്ലാത്ത ഡി സബ്ഷെൽ വേണം. അതായത് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷെൽ വേണം. ഡി സബ്ഷെൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ അവനെ എന്ത് വിളിക്കില്ല, ട്രാൻസിഷൻ മെറ്റൽ എന്ന് വിളിക്കില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, 3 കീവേഡ്സ് വന്നാലാണ് ഇവിടെ എന്താ നിങ്ങൾക്ക് ആൻസർ മാർക്ക് മുഴുവനായിട്ട് വീഴുള്ളൂ. നോക്ക്, ട്രാൻസിഷൻ മെറ്റൽസ് ആർ ഡിഫൈൻഡ് ആസ് മെറ്റൽസ് വിച്ച് ഹാവ് ഇൻകംപ്ലീറ്റ് ഡി സബ്ഷെൽ. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡി സബ്ഷെൽ വേണം. എപ്പോ 2 കേസുകളുണ്ട്, ഒന്ന് ന്യൂട്രൽ ആറ്റം ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അയോൺസ് ആയിരിക്കുമ്പം. ഒന്നില്ലെങ്കിൽ ന്യൂട്രൽ ആറ്റം ആയിട്ടിരിക്കുമ്പം അല്ലെങ്കിൽ അയൺ ആയിട്ടിരിക്കുമ്പം അവൻ എന്ത് വേണോടാ, ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷെൽ വേണം. അപ്പൊ ഈ 3 കീവേഡ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ആ 3 കീവേഡ്സ് ഏതൊക്കെയാണ്, ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽസ് വേണം, ന്യൂട്രൽ ആറ്റത്തിൽ അല്ലെങ്കിൽ അയോൺസിൽ. ഈ 3 കാര്യങ്ങൾ എഴുതിയാലാണ് ആ ചോദ്യത്തിന് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് വീഴുള്ളൂ. അത് ശ്രദ്ധിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. കുറെ പേര് എന്താണ് ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുമ്പോൾ ആൻസർ ചെയ്യും ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ. തെറ്റാണ്, മുഴുവൻ മാർക്ക് കിട്ടില്ല. എപ്പോഴൊക്കെ ഒന്നില്ലെങ്കിൽ അത് ന്യൂട്രൽ ആറ്റം ആയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുമ്പം, അല്ലെങ്കിൽ അതിന്റെ അയോൺസ് ആയിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ, അപ്പം ഒന്നില്ലെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ന്യൂട്രൽ ആറ്റം ആയിട്ടിരിക്കുമ്പോൾ അവൻ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽസ് ഉണ്ടെങ്കിലാണ് അവൻ എന്തായിട്ട് മാറുന്നത്, ട്രാൻസിഷൻ മെറ്റലുകളായിട്ട് മാറുന്നത്. ശ്രദ്ധിക്കണം, എപ്പോഴും എന്ത് ഡെഫിനിഷൻ പഠിക്കുമ്പോഴും അതിലത്തെ കീവേഡ് സ്ട്രെസ് ചെയ്തിട്ട് എഴുതാൻ പഠിക്കണം. കാരണം ഈ കീവേഡ്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ആൻസർ കീയിൽ ഉണ്ടാവുക. അപ്പൊ കീവേഡ്സ് എപ്പോഴും ശ്രദ്ധിക്കാം. മിസ് ക്ലാസ്സിൽ ത്രൂ ഔട്ട് കീവേഡ്സ് പറയും, അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നോക്കുക, ഇവിടെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി, കോപ്പനീഷ്യം, ഇവര് 4 പേരെയും നമ്മൾ എടുത്താൽ ആരാണ്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി, കോപ്പനീഷ്യം. അതായത് ഗ്രൂപ്പ് 12 ഇവരെ 4 പേരെയും എടുത്താൽ ഇവരുടെയൊക്കെ കോൺഫിഗറേഷൻ D10 ആണ്. അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് ഇവരുടെ ഡി സബ്ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അവരുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അല്ലെ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഗ്രൗണ്ട് സ്റ്റേറ്റിലും അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷെൽ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്താണ്, അവര് ട്രാൻസിഷൻ മെറ്റലുകൾ അല്ല. അവരെ നമ്മൾ ട്രാൻസിഷൻ മെറ്റലുകളായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സിങ്ക് ഇസ് നോട്ട് റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ മെറ്റൽ വൈൽ സ്കാൻഡിയം ഇസ് കൺസിഡേർഡ് ആസ് എ ട്രാൻസിഷൻ മെറ്റൽ. വൈ? ഇത്തവണ അല്ലെ 2025 ബോർഡ്സിന് ചോദിച്ച ചോദ്യം കൂടിയായിരുന്നു. അപ്പം ആലോചിച്ച് വെക്കുക, ഒരാൾ ട്രാൻസിഷൻ മെറ്റൽ അല്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, അതിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷെൽ ഉണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അതിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ. അപ്പൊ 4 പേരെയാണ് നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ നോൺ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആൻഡ് കോപ്പനീഷ്യം. മറന്നു പോകരുത്, ഓർത്തോർത്ത് വെക്കുക. ഇനി നോക്കുക, ഇവർ നമ്മൾ പക്ഷെ എന്താണ്, നമ്മുടെ 3Dയുടെയും 4Dയുടെയും 5Dയുടെയും 6Dയുടെയും എൻഡ് മെമ്പേഴ്സ് ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവരെ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കൂടെ പഠിക്കുന്നതാണ്. ശരിക്കും ഇവരെന്താണ്, ട്രാൻസിഷൻ മെറ്റലുകൾ അല്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്തുകൊണ്ട് ആവുന്നില്ല എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക അല്ലെ. അങ്ങനെയാണെങ്കിൽ 2025 ചോദിച്ച ചോദ്യമാണല്ലേ, ഓൺ വാട്ട് ഗ്രൗണ്ട് ക്യാൻ യു സേ ദാറ്റ് സ്കാൻഡിയം ഇസ് എ ട്രാൻസിഷൻ എലിമെന്റ് ബട്ട് സിങ്ക് ഇസ് നോട്ട് അല്ലേ. ഇതേ ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ബോർഡ്സിന് വന്നത് അല്ലേ. അപ്പൊ നമുക്ക് 2025 ഇത്തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ് നമുക്ക് പറയാം അല്ലെ. എന്താണ്, എന്തിലാ നമ്മൾ പറയുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് 3D ഓർബിറ്റൽസ്. ഇൻ കേസ് ഓഫ് സ്കാൻഡിയത്തിന് എന്തുണ്ട്,
അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുമ്പോൾ തന്നെ സ്കാൻഡിയം ഇസ് അറ്റോമിക് നമ്പർ 21. അപ്പൊ നമുക്കറിയാം ആർഗൺ ചേട്ടനെ എഴുതി 4s-ൽ 2 ഇലക്ട്രോൺ, 3d-ൽ 1 ഇലക്ട്രോൺ. അപ്പം അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ അതിന് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചു സിങ്കിന് അതില്ല. എഴുതി കൊടുക്കുക. എപ്പോഴും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, ഗിവ് റീസൺ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെയാണ് എഴുതി കൊടുക്കേണ്ടത്. എപ്പോഴും ഇവർ പറയുന്ന ആളുകൾ എന്താണ്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി, കോപ്പർനീഷ്യം, ഇവർ 4 ഏതെങ്കിലും വെച്ച് ആയിരിക്കും പറയുക. അപ്പൊ അതെന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. ഇനി നോക്കുക, സിൽവർ ആറ്റം ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഹൗ ക്യാൻ യു സേ ദാറ്റ് ഇറ്റ് ഇസ് എ ട്രാൻസിഷൻ എലമെന്റുകൾ? അതായത് സിൽവർ എടുത്ത സമയത്ത് ഇവർ പറയാണ് സിൽവറിന്റെ അറ്റോമിക് നമ്പർ 47 ആണ്. അപ്പൊ സിൽവർ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അതിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഉണ്ട്, പക്ഷേ അതൊരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. റീസൺ എന്താ, സിൽവറിന്റെ കോമൺ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിൽവർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പം ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും, ക്രിപ്റ്റനെ എഴുതി 5s-ന്ന് ഒരു ഇലക്ട്രോണും 3d-ന്ന് ഒരു ഇലക്ട്രോണും പോയിട്ട് 4d-ന്ന് ഒരു ഇലക്ട്രോണും പോയിട്ട് 4d9 ആയിട്ട് മാറും അല്ലെ. അപ്പൊ സിൽവർ എടുക്കുന്ന സമയത്ത് സിൽവറിന് അവന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ ഉണ്ട്, പക്ഷെ അവന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അവൻ എന്താണ്, ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് വരും, എക്സാമിന് വരും. ഓക്കെ സെറ്റ്. കണ്ടോ, ഫോർ എൻ എലമെന്റ് ടു ബി ക്ലാസിഫൈഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ് ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ഹാവ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ഇറ്റ്സ് ആറ്റം അല്ലെങ്കിൽ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്നിട്ട് നിങ്ങൾ പറയാ സിൽവർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, അപ്പൊ അതിന് എന്തുണ്ട്, എന്നിട്ട് സിൽവറിന്റെ എന്ത് ചെയ്യുക, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുക്കാം. എന്നിട്ട് പറയാം അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ട് ഇൻ ഇറ്റ്സ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, അതുകൊണ്ട് അതൊരു എന്താണ്, അതൊരു ട്രാൻസിഷൻ മെറ്റൽ ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. സെറ്റ് ആണല്ലോ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം, പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എപ്പോഴും ചോദിക്കും. പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ പ്രോപ്പർട്ടിയുടെ ട്രെൻഡ് എന്താണ്, അതിന്റെ റീസൺ എന്താണ്, എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും. അപ്പൊ 3 കാര്യങ്ങൾ അല്ലെ, ട്രെൻഡ്, റീസൺ, എക്സെപ്ഷൻസ്, ഇത്രയും മാത്രം പഠിച്ചാൽ മതി, സിമ്പിൾ ആണ്. അപ്പൊ അറ്റോമിക് ആൻഡ് അയണിക് സൈസസിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാ കാണുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വേരിയേഷൻ എങ്ങനെയാ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആദ്യം ഇതെന്ത് ചെയ്യോടാ, ആദ്യം കുറയും. അറ്റോമിക് സൈസ് ആദ്യം കുറയും, പിന്നെ എന്ത് സംഭവിക്കും, കോൺസ്റ്റന്റ് ആകും, പിന്നെ എന്ത് സംഭവിക്കും, കൂടും. അപ്പൊ ആലോചിച്ച് വെക്കുക, അതിന്റെ ഓർഡർ എങ്ങനെയാണ്, ഫസ്റ്റ് ഡിക്രീസ് ചെയ്യുകയാണ് അല്ലെ. നോക്ക്, ഫസ്റ്റ് കുറഞ്ഞു വരുന്നു, പിന്നെ കോൺസ്റ്റന്റ് ആവുന്നു, പിന്നെ കൂടുന്നു. ഡിക്രീസസ്, കോൺസ്റ്റന്റ്, ഇൻക്രീസസ്. അപ്പൊ അറ്റോമിക് സൈസിന്റെ വേരിയേഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ, എങ്ങനെയാണ് ഇത് മാറണത് എന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്താ പഠിക്കുന്നത്, ഇതിന്റെ റീസൺ എന്താ, ആദ്യം കുറയാനുള്ള കാരണം എന്താ, പിന്നെ കോൺസ്റ്റന്റ് ആവാനുള്ള കാരണം എന്താ, പിന്നെ കൂടാനുള്ള കാരണം എന്താ അല്ലെ. അപ്പൊ റീസൺ, ആദ്യം കുറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, the decrease in the size in the beginning അല്ലെ. ആദ്യം കുറയുന്ന കാരണം is due to increase in nuclear charge. ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ടാണ് അറ്റോമിക് സൈസ് എന്ത് സംഭവിക്കുന്നത്, ആദ്യം കുറയുന്നത്. ന്യൂക്ലിയർ ചാർജ് കൂടണു, അപ്പൊ ആറ്റം എന്ത് ചെയ്യും, ആറ്റത്തിന്റെ സൈസ് കുറയും. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പൊ അതിന്റെ റീസൺ ഞാൻ ഹൈലൈറ്റ് ചെയ്തു, ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ഇനി കോൺസ്റ്റന്റ് ആവുന്നു, അതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, അതിനനുസരിച്ച് എന്താണ്, ഈ ഇൻക്രീസ് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജിനെ ആര് ക്യാൻസൽ ചെയ്യും, നമ്മുടെ ഡി ഇലക്ട്രോണിന്റെ സ്ക്രീനിങ് ഇഫക്റ്റ് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇത് തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് എന്ത് പറ്റും, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള അറ്റോമിക് റേഡിയസ് ആയിട്ട് മിഡിൽ എത്തുമ്പോൾ വരും. അപ്പൊ നോക്ക്, ദ ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് ദ ഇൻക്രീസ്ഡ് സ്ക്രീനിങ് ഇഫക്റ്റ് എന്ത് ചെയ്യും, രണ്ടുപേരും ബാലൻസ് ഈച്ച് അതർ, അതുകൊണ്ടാണ് അറ്റോമിക് റേഡിയസ് കോൺസ്റ്റന്റ് ആവുന്നത്. അപ്പൊ രണ്ടാമത്തെ കീവേഡ് എന്താണ്, സ്ക്രീനിങ് എഫക്റ്റ് ആണ് അല്ലെ. ഇൻക്രീസ് ന്യൂക്ലിയർ ചാർജ് ക്യാൻസൽസ് ഔട്ട് എന്താണ്, ഇൻക്രീസിങ് സ്ക്രീനിങ് എഫക്ട് ഓഫ് ദ ഡി ഓർബിറ്റൽ. അപ്പൊ അതുകൊണ്ട് അറ്റോമിക് റേഡിയസ് കോൺസ്റ്റന്റ് ആയി. ഇനി എന്ത് സംഭവിക്കൂടാ, ഇനി എന്ത് സംഭവിക്കും, അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അതിന്റെ റീസൺ എന്താണെന്നറിയോ, ഇലക്ട്രോൺ റിപ്പൾഷൻ അല്ലെ. പിന്നെയും ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണുകൾ തമ്മിൽ നെഗറ്റീവ് ചാർജ് ആണ്, അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഇലക്ട്രോൺ റിപ്പൾഷൻ വരും. സെറ്റാണല്ലോ, സെറ്റാണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, മെറ്റാലിക് ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും മെറ്റൽസ് ആണ്. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടറിന്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണ് മെറ്റാലിക് സ്ട്രെങ്ത് കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിന്റെ മിഡിലേക്ക് വരുമ്പം മെറ്റാലിക് സ്ട്രെങ്ത് കൂടും. കാരണം മെറ്റാലിക് സ്ട്രെങ്ത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതാണ് മെറ്റാലിക് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, അൺപെയർഡ് ഡി ഓർബിറ്റൽസ് കൂടുന്നതിനനുസരിച്ച്, അൺപെയർഡ് ഡി ഇലക്ട്രോൺസ് കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും, മെറ്റാലിക് ക്യാരക്ടർ കൂടും. കാരണം അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടി അവരെന്താണ്, മോസ്റ്റ്ലി മെറ്റാലിക് ആയിരിക്കും, ഭയങ്കര ഹൈലി മെറ്റാലിക് സ്ട്രെങ്ത് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എടുത്താൽ ഏറ്റവും കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്നത് നമ്മുടെ ക്രോമിയം ചേട്ടനാണ്. അപ്പൊ ക്രോമിയം ആണ് മാക്സിമം മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത്, മാക്സിമം ഹാർഡ് ആയിട്ടിരിക്കുന്നത് ക്രോമിയം ആണ്. അപ്പോൾ നമ്മളുടെ സിങ്ക്, കാഡ്മിയം, മെർക്കുറിനെ കുറിച്ച് ചോദിക്കും, അവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺസേ ഇല്ല, അപ്പോൾ അവരുടെ മെറ്റാലിക് സ്ട്രെങ്ത് വീക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയായിരിക്കും, അവർ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്തുകൊണ്ട് സോഫ്റ്റ് ആകുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കണം എന്താണ് അവർ സോഫ്റ്റ് ആവാനുള്ള കാരണം. അവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വീക്കർ ആയിട്ടുള്ള മെറ്റാലിക് സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, സോഫ്റ്റ് മെറ്റലുകളാണ് എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ഇനി മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റിന്റെ വേരിയേഷൻ എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ, ആദ്യം കൂടുകയും പിന്നീട് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റിന്റെ വേരിയേഷൻ എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ആദ്യം കൂടുന്നു പിന്നെ കുറയണു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് അല്ലെ, ഇവർക്ക് നമ്മുടെ ട്രാൻസിഷൻ മെറ്റലുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ജനറലി ഉണ്ട്. 2 റീസൺസ് ആണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ്, അതേപോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാക്കുന്ന കുവാലന്റ് ബോണ്ടിങ് അല്ലെ. മെറ്റാലിക് ബോണ്ടിങ്ങും കൂടുതലാണ്, അതുപോലെ തന്നെ കുവാലന്റ് ബോണ്ടിങ്ങും കൂടുതലാണ്. അതാണ് അവരുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള റീസൺ. അപ്പം ഇവിടെ ആലോചിച്ച് വെക്കുക, ടങ്സ്റ്റൺ ആണ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. ഏറ്റവും കുറവ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആണ്. കാരണം അവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. ഇനി ഈ മെൽറ്റിംഗ് പോയിന്റിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, കൂടുതൽ ചോദിക്കാം. അതൊന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. അപ്പൊ എക്സെപ്ഷൻസ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇവിടെ ക്രോമിയം, മോളിബ്ഡിനം ആൻഡ് ടങ്സ്റ്റൺ ഇവരെ 3 പേരെയും തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, ഇതിൽ എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഇതിന്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ എഴുതാനായിട്ട് ചോദിക്കാം. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് ഗ്രൂപ്പിൽ താഴത്തേക്ക് പോകുമ്പം സൈസ് കൂടുന്നു. സൈസ് കൂടുമ്പോൾ എന്ത് പറ്റും, മെറ്റാലിക് ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ താഴത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഡ്യൂ ടു മാക്സിമം അൺപെയർഡ് ഇലക്ട്രോൺസ് അൺപെയർഡ് ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ടിങ്ങും കൂടും. മെറ്റാലിക് ബോണ്ടിങ്ങും കോവാലന്റ് ബോണ്ടിങ്ങും കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ടങ്സ്റ്റണിന് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. എന്തുകൊണ്ടാണ് ടങ്സ്റ്റണിന് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം, ഇത് എഴുതി കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ടങ്സ്റ്റണിനാണ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ക്രോമിയവും മാംഗനീസും എടുത്ത് ചോദിക്കാം. എന്തുകൊണ്ട്, ക്രോമിയത്തിന് മാംഗനീസിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് അല്ലെ. ക്രോമിയം ഹാസ് എ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ദാൻ മാംഗനീസ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ക്രോമിയത്തിന് മാക്സിമം അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. മാംഗനീസിനെ നോക്കുമ്പോഴത്തേക്കും ക്രോമിയം എടുത്തു കഴിഞ്ഞാൽ ആർഗൻ ചേട്ടൻ എഴുതി 3Dയിൽ 5 ഇലക്ട്രോണും 4s 1 ഇലക്ട്രോണും. മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ആണ്. ആർഗൻ ചേട്ടനെ എഴുതി 3Dയിൽ 5 ഇലക്ട്രോണും 4s 2 ഇലക്ട്രോണുമാണ്. അപ്പൊ ക്രോമിയത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് എന്തുണ്ടടാ, മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രോമിയം എന്ന് പറയുന്നത് അതിന് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത് മാംഗനീസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇതേപോലെ നമ്മളുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ഒരു ഓർഡർ ആണ് കോപ്പർ, സിൽവർ, ഗോൾഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ. അപ്പൊ ആലോചിച്ച് വെക്കുക, ഏറ്റവും ചെറിയ ആൾക്കാണ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്, അതായത് കോപ്പറിനാണ് കൂടുതൽ. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും സിൽവറിനാണെന്ന്, പക്ഷെ ഗോൾഡ് കഴിഞ്ഞാണ് സിൽവർ വരുന്നത്. ഓക്കെ, ആ ഒരു എന്തുകൊണ്ട് ഗോൾഡിന് അല്ലെ the melting point of gold greater than silverന്റെ റീസൺ എന്താണ്, ലന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. ഓക്കെ, ലന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണമാണ് എന്ത് വരുന്നത്, ഗോൾഡിന് സിൽവറിനേക്കാൾ കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എക്സെപ്ഷൻസ്, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റിന്റെ വേരിയേഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു. അതിലുള്ള എക്സെപ്ഷൻസും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ മെൽറ്റിംഗ് പോയിന്റിന്റെ ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. സിങ്ക്, കാഡ്മിയം, മെർക്കുറിയുടെ ഓർഡറും അതേപോലെ തന്നെ കോപ്പർ, സിൽവർ, ഗോൾഡിന്റെ ഓർഡറും പഠിച്ചു വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലതായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഒരു 1 മാർക്ക് 2 മാർക്കിനൊക്കെ ഓർഡറിൽ എഴുതൂ എന്ന് പറഞ്ഞ് ചോദിക്കാം അല്ലെ. അറേഞ്ച് ദം എന്ന് പറഞ്ഞ് ചോദിക്കാവുന്ന ഒരു നല്ല ചോദ്യമാണ് അല്ലേ. ആണ്.
ദാ 2025 ചോദിച്ച ആദ്യത്തെ ചോദ്യം ദാ വൈ ഡു ട്രാൻസിഷൻ എലമെന്റ്സ് എക്സിബിറ്റ് ഹയർ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. ഇതൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് ബോർഡ്സിന് വന്നത്. എന്തുകൊണ്ടാണ് ഹയർ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കാണിക്കുന്നത്? എന്താണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ? എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആറ്റംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെ, എത്ര എനർജി കൊടുത്താലാണ് ഇവരുടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവർ ആറ്റമായിട്ട് സെപ്പറേറ്റ് ആവുക, അതിന് ഞാൻ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസിഷൻ എലമെന്റുകൾ എടുക്കുമ്പം അവർക്ക് ഹയർ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് എന്നാ ചോദിക്കുന്നത്. അതിന്റെ റീസണും എന്താണ്? അവർക്ക് ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതാണ്. ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അവരുടെ ഇന്റർ അറ്റോമിക് ഇന്ററാക്ഷൻസ് അല്ലെ, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അടുത്തടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ബോണ്ട് ഫോം ചെയ്യും, സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ട് ഫോം ചെയ്യും. അവർ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, ഇവർക്ക് ഹയർ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഉണ്ട് എന്ന് ഓർത്ത് ഇരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഇൻ ദ സീരീസ് സ്കാൻഡിയം ടു സിങ്ക് ദ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഓഫ് സിങ്ക് ഇസ് ലോവസ്റ്റ്. എന്താണ് റീസൺ? അല്ലെ, സിങ്കിന് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കുറവാണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താടാ? സിങ്കിന് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല അല്ലെ. സിങ്കിന് എന്താണ്? നോ അൺപെയർഡ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് വീക്കർ ആയിട്ടുള്ള ബോണ്ട് ഫോർമേഷൻ ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിന്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കുറവായിരിക്കും അല്ലെ. വേണമെങ്കിൽ കഴിഞ്ഞ തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് ഇത്തവണ ഇങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കാം അല്ലെ. സിമ്പിൾ ആണ്. D&F ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദ്യങ്ങൾ മാറി മറിച്ചും ചോദിക്കുക ചെയ്യുക, അല്ലാതെ പുതിയതായിട്ട് ചോദ്യങ്ങൾ അവർ മേക്ക് ചെയ്യാറില്ല കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി അയണൈസേഷൻ എൻതാൽപ്പി അല്ലെ. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ അയണൈസേഷൻ എൻതാൽപ്പിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ അത് എന്ത് റിലേറ്റഡ് ആയിട്ടാണ് എഴുതേണ്ടത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ദ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ക്രോമിയം ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മാംഗനീസ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതണം, ക്രോമിയം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 24 ആണ്. ആർഗൺ എടുത്തു, 3Dയിൽ 5 ഇലക്ട്രോൺ, 4s 1 ഇലക്ട്രോൺ. അപ്പം ഇതിന്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ഇതിൽ നിന്ന് പോണോ അല്ലെ. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ പോയി കഴിയുമ്പം ഇത് Cr2+ ആകും അല്ലെ. അപ്പൊ എന്തുവരും? ആർഗൺ എടുത്തു, 2 ഇലക്ട്രോൺ ആണ് പോയത്, 4s-ന്നും 1 പോയി, 3D-ന്നും 1 പോയി അല്ലെ. അപ്പൊ 3D4 ആയിട്ട് മാറും അല്ലെ. ഇനി നമ്മൾ നോക്കുകയാണ് മാംഗനീസ്. മാംഗനീസ് ഇസ് അറ്റോമിക് നമ്പർ 25 ആണ്. അപ്പൊ ആർഗൺ എടുത്തു, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? 3Dയിൽ 5ഉം 4s-ൽ 2ഉമാണ്. മാംഗനീസിന് 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ അത് Mn2+ ആയിട്ടാണ് മാറുന്നത്. മാംഗനീസിന് ഒരു പ്രശ്നവും ഇല്ല, 4s-ൽ 2 ഇലക്ട്രോൺ പോയി, അത് 3D5 ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ക്രോമിയത്തിന് നോക്കിക്കേ, ഇവിടെ ഹാഫ് ഫിൽഡ് ആയിട്ടിരുന്ന d ഓർബിറ്റൽസിൽ നിന്നാണ് ഒരു ഇലക്ട്രോൺ നമ്മൾ കളയാനായിട്ട് നോക്കുന്നത് അല്ലെ. അപ്പൊ അതിന് ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിന്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഗ്രേറ്റർ ആവുന്നത്. റീസൺ എന്താണ്? ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതി കാണിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതണം? റീസൺ എഴുതണം. ദിസ് ഇസ് ഡ്യൂ ടു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽ d ഓർബിറ്റൽസ് അല്ലെ. d സബ്ഷെല്ലിന്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ് ഇതിന്റെ റീസൺ എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് കോപ്പർ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സിങ്ക്. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. കോപ്പർ ഇസ് 29, സിങ്ക് എന്ന് പറയുന്നത് 30 ആണ്. കോപ്പർ 29 ആണ്, സിങ്ക് എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആർഗൺ എടുത്തു, 3Dയിൽ 10, 4s-ൽ 1. ഇനി സിങ്ക് എടുക്കുമ്പം ആർഗൺ എടുത്തു, 3Dയിൽ 10, 4s-ൽ എന്താണ്? 4s-ൽ 2 അല്ലെ. ഇനി കോപ്പറിന്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ കോപ്പറിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോയിട്ട് അത് Cu2+ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ആർഗൺ ചേട്ടനെ ഞാൻ എഴുതി, എന്നിട്ട് എന്ത് വരും? 3Dയിൽ എത്ര വരും? 4s-ന്ന് 1 ഇലക്ട്രോൺ പോയി, 3D10-ന്ന് 1 ഇലക്ട്രോൺ പോയി, 3D9 ആയി. എടാ വീണ്ടും നോക്കിക്കേ, D10-ൽ നിന്ന് D9 ആവണമെങ്കിൽ എന്താണ്? അവൻ ഫുള്ളി ഫിൽഡ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുകയാണ്. അവിടെ നിന്ന് D9 ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരുപാട് എനർജി കൊടുക്കണം അല്ലെ. അപ്പം അതെന്തായിരിക്കും? ഭയങ്കര ഗ്രേറ്റർ ആയിരിക്കും. പക്ഷെ സിങ്കിന്റെ കേസിൽ സിങ്കിന് ഒരു പ്രശ്നവും ഇല്ല. Zn2+ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ എന്ത് വരും? ആർഗൺ വരും, 3Dയിൽ 10 തന്നെ വരും അല്ലെ. 4s-ന്നാണ് 2 ഇലക്ട്രോൺ പോയത്. അതുകൊണ്ടാണ് കണ്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് നിങ്ങൾ എന്ത് പറയും? ദിസ് ഇസ് ഡ്യൂ ടു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഫുള്ളി ഫിൽഡ്
ഡി സബ്ഷെല്ലിന് ഫുള്ളി ഫിൽഡ് ആയിട്ടിരിക്കുമ്പം എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ആ സ്റ്റെബിലിറ്റി നശിപ്പിച്ചിട്ട് ഒരുപാട് എനർജി കൊടുത്തിട്ട് വേണം ഞാൻ അതിനെ D9 ആക്കാൻ. സെറ്റ് ആണല്ലോ. അപ്പൊ എന്ത് അയണൈസേഷൻ എൻതാൽപ്പിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റ്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഇവർ അലോയ്സ് ഫോം ചെയ്യും അല്ലെ. ഈ അലോയ് ഫോർമേഷനിൽ നിന്ന് ഇത്തവണ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. എന്താണ് ഇവര് അലോയ്സ് ഫോം ചെയ്യും, അതിന്റെ റീസൺ എന്താണ് എന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. ബിക്കോസ് സിമിലർ റേഡിയസ് ഉണ്ട്, ട്രാൻസിഷൻ മെറ്റലിന്റെ സിമിലർ റേഡിയ ആണ് അലോയ്കൾ ഫോം ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇവിടെ നോക്ക്, ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിന്റെയും സിങ്കിന്റെയും അലോയ് ആണ്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിന്റെയും ടിന്നിന്റെയും അലോയ് ആണ്. ഓക്കെ, കോപ്പറിന്റെയും ടിന്നിന്റെയും അലോയ് ആണ്. അപ്പൊ നോക്ക്, ദ ട്രാൻസിഷൻ എലമെന്റ് പ്രസന്റ് ഇൻ ബ്രോൺസിലുള്ള ട്രാൻസിഷൻ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണത്? കോപ്പർ ആണ് അല്ലെ. ഇത്തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ബ്രോൺസിലുള്ള ആരാണ്? കോപ്പർ ആണ്. ഓർത്തിരിക്കുക. അലോയ് എന്തുകൊണ്ടാണ് ഫോം ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. സിമിലർ റേഡിയ ഉള്ളതുകൊണ്ടാണ് അലോയ്സ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഇവർ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇതിന്ന് ചോദ്യം വരും. അപ്പം ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഉള്ളില് ചെറിയ ആറ്റംസ് അല്ലെ. ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് ആർ ദോസ് വിച്ച് ഫോം സ്മോൾ ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ, ബോറോൺ, കാർബൺ, നൈട്രജൻ ഒക്കെ എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിൽ അതിന്റെ ക്രിസ്റ്റൽ ലാറ്റസിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഉള്ളിൽ കയറിയിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലെ. ഇന്റർസ്റ്റീഷ്യൽ വോയിഡ് എന്താണ് ഇതിന്റെ മീനിങ്? ഇവിടെ കണ്ടോ, ഇതിന്റെ ഇടയിലുള്ള സ്പേസുകളെ നമ്മൾ സ്റ്റൈലായിട്ട് വിളിക്കുന്നതാണ് ഇന്റർസ്റ്റീഷ്യൽ വോയിഡ്സ്. അവിടെ ചെറിയ സ്മോൾ ആറ്റംസ് കയറിയിരിക്കുമ്പം ആ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. അപ്പൊ ഇവര് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നതിന്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഡി ബ്ലോക്ക് എലമെന്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മോൾ ആറ്റംസ് ആയിട്ടുള്ള കാർബൺ, ബോറോൺ, നൈട്രജനെയൊക്കെ അവരുടെ ഇടയിലുള്ള വോയിഡ് സ്പേസുകളിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇവര് എങ്ങനെയാണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. സ്റ്റോയിഷ്യോമെട്രി അവർക്ക് ഉണ്ടാവില്ല, നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട് ആയിരിക്കും. എക്സാമ്പിൾ നോക്കുക, എന്താണ്, സ്റ്റീല്, കാസ്റ്റ് അയൺ ഒക്കെയാണ് എന്തല്ലേ, അയണിന്റെയും കാർബണിന്റെയും കോമ്പൗണ്ട് ആണ് സ്റ്റീലും കാസ്റ്റ് അയണും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ആണ്. അതേപോലെ തന്നെ അവരെന്താണ്, അയണിക്കുമല്ല, കുവാലന്റുമല്ല. നിങ്ങളുടെ അടുത്ത് ചോദിക്കാവുന്ന പ്രോപ്പർട്ടീസ് ആണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മാർക്കിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ ചോദിച്ചിട്ടുമുണ്ട്. നോക്കാം, കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവർക്ക് എന്താണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, അവർ ഹാർഡാണ്. അതുപോലെ തന്നെ എന്താണ്, അവരുടെ മെറ്റാലിക് കണ്ടക്ടിവിറ്റി റീറ്റെയിൻ ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, അവര് കെമിക്കലി ഇനേർട്ടാണ്. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ ഓർത്തു വെക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാം. ഇത് അങ്ങനെ തന്നെ മിസ് NCERT എടുത്തിരിക്കുന്നതാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. 2 കാര്യങ്ങൾ പഠിക്കണം. എന്തുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റുകൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ആരാണ്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത് ആരാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. അപ്പോൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ട്രാൻസിഷൻ എലമെന്റുകളുടെ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് വരുമ്പം ഡിയും എസും സബ്ഷെല്ലുകൾ തമ്മിൽ കമ്പയറബിൾ ആയിട്ടുള്ള എനർജി ഡിഫറൻസ് ആണ്. അവരുടെ എനർജി ഡിഫറൻസ് എന്താണ്, വളരെ കമ്പയറബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഡിയും എസും രണ്ടുപേരും എന്ത് ചെയ്യും, കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, അവർക്ക് വേരിയബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ അവർ കാണിക്കും. നോക്ക്, ദിസ് ഇസ് ബിക്കോസ് ദീസ് എലമെന്റ്സ് D and S electrons have comparable energies. അതായത് അവരുടെ എനർജീസ് എന്താണ്, അടുത്തടുത്താണ്. കമ്പയറബിൾ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തടുത്തുള്ള രീതിയിലായിരിക്കും എനർജീസ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, എസ് ഇലക്ട്രോണിന്റെ കൂടെ ഡി ഇലക്ട്രോൺസും അല്ലെ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എസ് ആണ്, അതിന്റെ കൂടെ ഡി ഇലക്ട്രോൺസും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും കെമിക്കൽ റിയാക്ഷൻസിൽ. അതുകൊണ്ടാണ് അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കണം. ഇനിതാ ഈ ഒരു ടേബിൾ നോക്കുക. ഈ ഒരു ടേബിൾ നോക്കുമ്പം വേരിയബിൾ
വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത് ആരാണ് എന്ന് ചോദിക്കുമ്പം സ്കാൻഡിയം ആണ്. ഒരുപാട് പേര് ഇതിനെ തെറ്റിച്ചിട്ട് മിസ് സിങ്കും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നില്ലല്ലോ, അതിനും +2 മാത്രമേ അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. സിങ്ക് എന്ന് പറയുന്നത് എന്താടാ, നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു, അവനെ നമ്മളൊരു ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഹി ഇസ് എ നോൺ ട്രാൻസിഷൻ എലമെന്റ് ആണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത്, ആൻസർ ഷീറ്റ്സ് നോക്കുന്ന സമയത്ത് സിങ്ക് എന്ന് പറഞ്ഞിട്ട് വിച്ച് ഓഫ് ദ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. നെയിം എ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ് വിച്ച് ഡസ് നോട്ട് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് 2023 മാത്രമല്ല 2024 2022 ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ് ദാറ്റ് ഡസ് നോട്ട് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് ചോദിക്കുമ്പം കുറേ പേര് എന്തെഴുതും, സിങ്ക് എന്ന് എഴുതും. പക്ഷെ അത് ആരാണ്? സ്കാൻഡിയം ആണ്. സ്കാൻഡിയം എന്ത് ചെയ്യുന്നില്ല? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നില്ല. സിങ്കിനും +2 മാത്രമേ ഉള്ളൂല്ലോ മിസ്. പക്ഷെ സിങ്ക് എന്താണ്? ഇറ്റ് ഇസ് നോട്ട് റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ് എന്ന് നമ്മൾ പഠിച്ചു. ബിക്കോസ് അതിനെന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള d ഓർബിറ്റൽസ് ഉണ്ട് ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, അല്ലെങ്കിൽ എന്താണ്? ഇൻ ഇറ്റ്സ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പം സ്കാൻഡിയം ആണ് കറക്റ്റ് ആൻസർ. ആദ്യത്തെ കാര്യം നമ്മൾ പഠിച്ചു, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത ആൾ എന്ന് പറയുന്നത് സ്കാൻഡിയം ആണ്. ഇനി ഏറ്റവും അധികം ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്ന ആൾ എന്ന് പറയുന്ന ആരാണ്? മാംഗനീസ് ആണ്. നോക്ക്, ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അവൻ കാണിക്കുന്നുണ്ട്. 2, 3, 4, 5, 6, 7 വരെ കാണിക്കുന്നുണ്ട്. മാംഗനീസ് കാണിക്കുന്ന മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് എന്നും ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇറ്റ് ഇസ് +7. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് നോക്കണം, ഇവിടെ നോക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ എന്താണ്, ഏറ്റവും വരാൻ ചാൻസും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് മോർ സ്റ്റേബിൾ, Cu2+ ഓർ Cu+ ഇൻ അക്വസ് സൊല്യൂഷൻ? ഞാൻ ഇതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അക്വസ് സൊല്യൂഷനിൽ Cu2+ ആണ് മോർ സ്റ്റേബിൾ. എന്താണ്? Cu2+ ആണ് മോർ സ്റ്റേബിൾ. അതിന്റെ റീസൺ അവിടെ നിൽക്കട്ടെ. പക്ഷെ എക്സാമിന് ഇരിക്കുമ്പോൾ Cu+ ആണോ 2+ ആണോ എന്ന് കൺഫ്യൂഷൻ ആവണോ മിസ് എന്ന് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ട്രിക്ക് പറഞ്ഞു തരുന്നത്. ആർക്കാണ് ചാർജ് കൂടുതൽ? Cu+നേക്കാളും 2+നാണ് ചാർജ് കൂടുതൽ. ഇവന് 2+ ഉണ്ട്. അപ്പൊ 2+ ഉള്ളതുകൊണ്ട് അവനാണ് കൂടുതൽ സ്റ്റേബിൾ എന്നുള്ള ട്രിക്ക് നിങ്ങൾ ആലോചിച്ച് വെക്കാം. അവൻ 2+ലാണ്, അല്ലെങ്കിൽ അവൻ +2-ലിരിക്കുകയാണ്. +1നേക്കാളും +2-ലിരിക്കുകയാണ്, അവനാണ് കൂടുതൽ സ്റ്റേബിൾ. Cu+1നേക്കാളും +2 ആണ് കൂടുതൽ സ്റ്റേബിൾ. ഓക്കെ, അത് നമ്മൾ ഫിക്സ് ചെയ്തു കേട്ടോ. അക്വസ് സൊല്യൂഷൻ എടുക്കുമ്പോൾ +2 ആണ് കൂടുതൽ സ്റ്റേബിൾ. ഇനി നമുക്ക് അതിന്റെ റീസൺ പറയണം. റീസണിൽ 2 കീവേഡുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ് ഇവന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഇവന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി വളരെയധികം കൂടുതലാണ്. Cu2+ന് വളരെ അധികം നെഗറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉണ്ട്. കണ്ടോ, ഇറ്റ് ഇസ് ഡ്യൂ ടു മച്ച് മോർ നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഇതെന്താ? ഡെൽറ്റ ഹൈ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്. മച്ച് മോർ നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്, ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cu2+ന്റെ ചുറ്റും വന്ന് വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ ബോണ്ട് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് നെഗറ്റീവ് സൈൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വലിയ എനർജി റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും എന്താണ്? മച്ച് മോർ നെഗറ്റീവ് ഹൈഡ്രേഷൻ എനർജി അല്ലേ. ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരുപാട് എനർജി റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ബോണ്ട് ഭയങ്കര സ്റ്റേബിൾ ആണെന്നാണ് മീനിങ് അല്ലേ. അപ്പൊ ഇതിന്റെ റീസൺ എന്താണ്? അതിന് നല്ല ഹൈലി മച്ച് മോർ നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉണ്ട്. ഇത് എന്ത് ചെയ്യോടാ? ഇത് എന്ത് ചെയ്യും? അത് അതിന്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിനെ എന്ത് ചെയ്യും? കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. കീവേഡ്സ് എന്താണ്? സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്ന മച്ച് മോർ നെഗറ്റീവ് ആയിട്ടുള്ള എന്തുണ്ട്? ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് Cu2+ മോർ സ്റ്റേബിൾ. അപ്പൊ Cu2+ മോർ സ്റ്റേബിൾ ആവാനുള്ള റീസൺ കീവേഡ് വരേണ്ടത് ഹൈഡ്രേഷൻ എൻതാൽപ്പി ആണ്. അത് കൂടുതലാണ്, മച്ച് മോർ നെഗറ്റീവ് ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വരും. ഇനി നോക്ക്, അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. Mn3+ എന്ന് പറയുന്ന ഇത്തവണ ചോദിച്ചതാണ് അല്ലെ. ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കും. എന്തുകൊണ്ടാണ് അവനൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ, Mn3+ ആണ്. അവൻ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്നു. അവൻ ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ അവൻ എന്താ നടക്കുക? അവന് റിഡക്ഷൻ ആണ് നടക്കുക അല്ലെ. ഒരാൾ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്നു, ഒരാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ അവന് സ്വയം നടക്കുന്നത് റിഡക്ഷൻ ആണ്. ആ ട്രിക്ക് ഓർത്തിരിക്കണം. അപ്പൊ Mn3+ റിഡക്ഷൻ നടന്ന് ആരായിട്ട് മാറും? Mn2+ ആയിട്ട് മാറും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി മിസ് ഈ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. Mn25 ആണ്. ആർഗൺ ചേട്ടനെ എഴുതി. എന്നിട്ട് എന്ത് എഴുതും? 3D എത്ര ഇലക്ട്രോൺ? 5 ഇലക്ട്രോൺ. 4s 2 ഇലക്ട്രോൺ അല്ലെ. ഇവിടെ Mn3+ ആവുന്ന സമയത്ത് എന്ത് വരുവടാ? 3D
3Dയിൽ 4 ആണ് വരിക അല്ലേ. 3 ഇലക്ട്രോൺസ് പോയി എന്ന് പറയുമ്പോൾ SEന്ന് 2 പോയി, Dന്ന് 1 പോയി, 3D4. ഇനി 2+ ആവുന്ന സമയത്ത് എന്ത് വരും? 3D5ലാണ് ഇരിക്കുന്നത്. MN എന്തായിട്ടിരിക്കാനാണ് ഇഷ്ടം? D4ൽ നിന്ന് D5ലേക്ക് ഇരിക്കാനാണ് നമ്മളുടെ മാംഗനീസ് ചേട്ടന് ഇഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ എന്ത് കാണിക്കുന്നത്? ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അവൻ 3+ ആയിട്ടിരിക്കുമ്പം എത്രയും വേഗം ഒരു ഇലക്ട്രോൺ വാങ്ങിയിട്ട് 2+ ആവാനാണ് അവൻ എന്തുണ്ടാവുക? ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ നോക്കിക്കേ, ഇറ്റ് റെഡിലി ഗെയിൻസ് എൻ ഇലക്ട്രോൺ ടു അച്ചീവ് മോർ സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള D5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുകൊണ്ടാണ് അവൻ റെഡ്യൂസ്ഡ് ആയിട്ട് Mn2+ ആയിട്ട് ഇരിക്കുന്നത്. ഓർത്ത് ഇരിക്കുക. ഇതേപോലെ ഏത് എലമെന്റിനെ വെച്ചിട്ടും അവൻ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കണു, അവൻ റെഡ്യൂസിങ് പ്രോപ്പർട്ടി കാണിക്കണു എന്ന് പറയുമ്പം നിങ്ങൾ ഇതേപോലെയാണ് എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കണു എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തായി? അവനൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയി. ഓക്സിഡൈസിങ് ഏജന്റിന് സ്വയം നടക്കുന്നത് റിഡക്ഷൻ ആണ്. അതുകൊണ്ടാണ് മിസ് ഇവിടെ എന്ത് എഴുതിയത്? 3+ൽ നിന്ന് 2+ ആയത്. ഒരുപാട് പേർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാവും. മിസ് എന്താണ് 3+ൽ നിന്ന് 4+ ഒന്നും എഴുതാതിരുന്നത് എന്നല്ലേ. അപ്പം ഇവൻ ഓക്സിഡൈസിങ് ഏജന്റ് ആവുമ്പോൾ അവന് റിഡക്ഷൻ നടക്കുന്നു. അതായത് അവന് എന്ത് സംഭവിക്കും? അവന്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലേ, അവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെഡ്യൂസ്ഡ് ആയിട്ട് മാറും. റിഡക്ഷൻ അല്ലേ. അതാണ് 3+ൽ നിന്ന് 2+ ആയത്. ഇനിയിപ്പം ഇവിടെ Mn3+ റെഡ്യൂസിങ് പ്രോപ്പർട്ടി കാണിക്കണു എന്നായിരുന്നു ക്വസ്റ്റൻ എങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? റെഡ്യൂസിങ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അവൻ ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ 3+ൽ നിന്ന് 4+ ആക്കി എഴുതിയേനെ. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. ഇവര് ഡി ബ്ലോക്ക് എലമെന്റുകൾ കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നു. അതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിക്കും. അതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ സ്മോളർ സൈസ്, അതുപോലെ തന്നെ എന്താണ് ഹൈ അയണിക് ചാർജ്, അതേപോലെ തന്നെ എന്താണ് ഡി ഓർബിറ്റൽസിന്റെ അവൈലബിലിറ്റി. ഈ 3 കാരണങ്ങളും എഴുതി കൊടുക്കണം റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ. എന്നാലാണ് മുഴുവൻ മാർക്കും വീഴുന്നത്. ഇനി അടുത്തത് നോക്കുക. ഇവരെ കാറ്റലറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. അതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? അവരുടെ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന പ്രത്യേകതയും അതേപോലെ തന്നെ എന്താണ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത് കൊണ്ടും ആണ്. അപ്പൊ കാറ്റലറ്റിക് പ്രോപ്പർട്ടിയും അതിന്റെ റീസണും ഓർത്തിരിക്കുക. അതിന്റെ എക്സാമ്പിൾസ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കാറ്റലിസ്റ്റുകളായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എന്ന് ഓർത്തിരിക്കുക അല്ലെ. വെനേഡിയം പെൻഡോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കോൺടാക്ട് പ്രോസസ്സിൽ, ഹേബേഴ്സ് പ്രോസസ്സിൽ ഫൈനലി ഡിവൈഡഡ് അയൺ യൂസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോജനേഷനിൽ നമ്മൾ നിക്കൽ പലേഡിയം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ. ഇനി question 2023-ലും 2024-ലും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ട്രാൻസിഷൻ എലമെന്റ്സ് ആർ യൂസ്ഡ് as catalyst in many reaction. റീസൺ എന്താണ്? കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയുടെ റീസൺ എന്താണെന്ന് പറഞ്ഞ് ഒരുപാട് തവണ ചോദിക്കുന്ന ചോദ്യമാണ്. ഓർത്ത് ഇരിക്കണം. ഇനി നോക്കുക, ഇവരെ കളേർഡ് അയൺസ് ഫോം ചെയ്യും. ട്രാൻസിഷൻ എലമെന്റുകൾ കളേർഡ് അയണുകൾ ഫോം ചെയ്യും. അതിന്റെ റീസൺ എന്താണ് എന്നും നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അതിന്റെ റീസൺ എന്താണ് മക്കളെ? ഡി ട്രാൻസിഷൻ ആണ്. ഇവർക്ക് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റലുകൾ ഉള്ളത് കൊണ്ട് ഈ ഡി സബ്ഷനിലുള്ള ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ചാടിക്കളിക്കും. അപ്പൊ അതാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്? കളർ കൊടുക്കുന്നത്. അപ്പൊ ഡി ട്രാൻസിഷൻ ആണ് അതിന്റെ റീസൺ. ഇവിടെ നോക്കുക, Cu2+ കളേർഡ് ആണ്, Cu+ കളർലെസ് ആണ്. എങ്ങനെ മനസ്സിലാവും മിസ് ഒരാൾക്ക് കളർ ഉണ്ടോ ഇല്ലയോ എന്ന്? നമുക്കറിയാം കോപ്പർ ഇസ് അറ്റോമിക് നമ്പർ 29 ആണ്. ആർഗൺ ചേട്ടനെ എഴുതി 4sൽ 1, 3Dയിൽ 10 അല്ലെ. അപ്പൊ Cu+ എന്ന് പറയുമ്പം എന്ത് വരും? ആർഗൺ ചേട്ടനെ എഴുതി 3Dയിൽ 10 ഇലക്ട്രോൺ. ഡി കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി കഴിയുമ്പോൾ ഡിയിലെ എല്ലാ ഇലക്ട്രോണും ഫിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ കളർ കാണിക്കില്ല. ഇനി Cu2+ ആവുന്ന സമയത്ത് ആർഗൺ എഴുതി, ഇനി എന്ത് വരും? 3D9 ആകും അല്ലെ. 9 ഇലക്ട്രോണേ ഉള്ളൂ, ഒരു ഇലക്ട്രോണും കൂടി വേണം. അപ്പൊ അത് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലെ. അതിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവൻ കളർ കാണിക്കും. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെ കളർ കാണിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് 9 ഇലക്ട്രോൺസ് വന്നു കഴിയുമ്പം ഇവിടെ ഇവന്റെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? കളർ കാണിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എക്സാമിന് ചോദിക്കും, ഏതെങ്കിലും ഒരു അയൺ തന്നിട്ട് അത് കളർ കാണിക്കുകയോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. അവൻ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കുക. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? എന്താണെങ്കിലും കളർ കാണിക്കും. ഓക്കെ, സെറ്റാണല്ലോ. സെറ്റാണ്. അപ്പം ഇവിടെ കുറെ എക്സാമ്പിൾസ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കാണിക്കുന്ന കളർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ജസ്റ്റ് എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ.
ഇനി നമുക്ക് നോക്കേണ്ടത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഇവർ കാണിക്കുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളപ്പോഴാണ്. അതായത് മാഗ്നറ്റിക് 2 തരത്തിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുക, പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ റിപ്പൽഡ് ബൈ ദ അപ്ലൈഡ് ഫീൽഡ്, പാരാമാഗ്നറ്റിക് എന്താ ചെയ്യും, അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഡയ റിപ്പൽ ചെയ്യും, പാര അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് മൊമെന്റ്, അതായത് ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഫോർമുല വെച്ചിട്ടാണ്. നമ്മളുടെ അടുത്ത് ചോദിക്കും ഫൈൻഡ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എന്ന് പറഞ്ഞ് ചോദിക്കും. മാഗ്നറ്റിക് മൊമെന്റിനെ നമ്മൾ മ്യൂ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മ്യൂ ഇസ് ഈക്വൽ ടു √n × n+2 ആണ്. ഇതിന്റെ യൂണിറ്റ്, മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. എന്താണ് യൂണിറ്റ്? ബോർ മാഗ്നറ്റോൺ ആണ്. മ്യൂ ഇസ് ദ മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് n ഇസ് ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അത് വെച്ചാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിൾ മിസ് ചെയ്ത് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടെ ക്ലിയർ ആകും. ഇപ്പൊ ഞാൻ എന്താ നമ്മുടെ ടൈറ്റാനിയം 3+ എടുത്തു എന്ന് വിചാരിക്കുക. ടൈറ്റാനിയം ഇസ് അറ്റോമിക് നമ്പർ 22. ആർഗൺ ചേട്ടനെ എഴുതി, അതിനുശേഷം നമുക്കറിയാം 4s 2, 3d എന്ത് വരും, 3d 2, 4s 2. അപ്പൊ ടൈറ്റാനിയം 3+ ആവുന്ന സമയത്ത് ആർഗൺ ചേട്ടനെ എഴുതി 3d ഒരാളാണ് വരുന്നത്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 1 ആണ് വരുന്നത് അല്ലെ. അപ്പം മ്യൂ, അതായത് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് √1 × 1+2 ദാറ്റ് ഇസ് ഈക്വൽ ടു √3 എന്ന് വരും. √3 എന്ന് പറഞ്ഞാൽ 1.73 ബോർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടുവാടാ, ആൻസർ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് D&F ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നൊരു പ്രോബ്ലം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓർത്ത് വെക്കുക, D&F ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് ഒരു ന്യൂമറിക്കൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കിട്ടിയാൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ആൻസറിന്റെ കൂടെ യൂണിറ്റ് ആയിട്ടുള്ള ബോർ മാഗ്നറ്റോൺ ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ മാർക്ക് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കേണ്ടത് പ്രിപ്പറേഷൻ ആണ്. 2 മെയിൻ ആയിട്ടുള്ള ആളുകളുടെ പ്രിപ്പറേഷൻ നമുക്ക് പഠിക്കണം. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെയും അതേപോലെ തന്നെ ആരുടെയാണ് രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത്, പൊട്ടാസ്യം ഡൈക്രോമേറ്റും ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉണ്ട്. 2 പേരുടെയും പ്രിപ്പറേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 പേരും ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. അവരുടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഇക്വേഷൻസും പഠിക്കാനുണ്ട്. കുറച്ച് ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യേണ്ട ഏരിയ ആണ്, എഴുതി പഠിക്കണം. മിസ് വീണ്ടും പറയാണ്, വായിച്ച് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ അത് ആവിയായിട്ട് പോകും. അല്ലെ, കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, എല്ലാ കെമിക്കൽ കോമ്പൗണ്ട്സ് മെജോറിറ്റി എടുത്താൽ ഇവരൊക്കെ ആവിയായിട്ട് പോകുന്ന ആളുകളാണ്. ഇതേപോലെ നമ്മുടെ കെമിസ്ട്രിയിലെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, മൊത്തം ആവിയായിട്ട് പോകും. മെയിൻലി ഓർഗാനിക് കെമിസ്ട്രി എഴുതി പഠിച്ചില്ലെങ്കിൽ ആവിയായിട്ട് പോകും, വായിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഞാനിവിടെ എന്തിനാണ് ഈ ഓറഞ്ച് കളർ ക്രിസ്റ്റൽസ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓറഞ്ച് കളേർഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ക്രോമൈറ്റ് ഓർ നമ്മൾ എടുത്തിട്ട് അതിനെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് എയർ. ഓക്കെ, അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു, അതിന്റെ ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, സോഡിയം ക്രോമേറ്റ്, യെല്ലോ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത് അതിനെ സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഓറഞ്ച് ആയിട്ടുള്ള സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും അല്ലെ. ഈ സോഡിയം ഡൈക്രോമേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ KCl വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും. 3 സ്റ്റെപ്പിലാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാകുന്നത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ കളർ എന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം, ഓറഞ്ച് കളർ ക്രിസ്റ്റൽ ആണ്. അതുപോലെ അടുത്തതായിട്ട് ചോദിക്കുന്ന ഒരാളാണ്, അതായത് ക്രോമേറ്റ് അയണിന്റെയും ഡൈക്രോമേറ്റ് അയണിന്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്രോമേറ്റ് അയണിന്റെ സ്ട്രക്ചർ ടെട്രാഹീഡ്രൽ ആണ് കേട്ടോ. ഈ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കണം. ക്രോമേറ്റ് അയണിന്റെ കളറും ഒന്ന് ഓർത്തിരിക്കുക, യെല്ലോ കളറാണ്. സ്ട്രക്ചർ ടെട്രാഹീഡ്രൽ ആണ്, കളർ യെല്ലോ കളറാണ്. ഇനി ഇവൻ ഡൈക്രോമേറ്റ് ആവുന്ന സമയത്ത് ഡൈക്രോമേറ്റിന്റെ കളർ എന്താണ്, ഓറഞ്ച് കളറാണ്. യെല്ലോയും ഓറഞ്ചും ആയിട്ടല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? യെസ്, ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ്. ഡൈക്രോമേറ്റിന്റെ യെല്ലോ കളറാണ്. ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ നോക്കുക. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇവിടുത്തെ ബോണ്ട് ആംഗിളും കൂടി എഴുതി കഴിഞ്ഞാൽ
അതൊരു അല്ലെ, അത് ആ ഒരാള് ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിങ്ങനെ നോക്കുമ്പോൾ സ്റ്റുഡന്റ് ഇവിടെ ഇങ്ങനെ ബോണ്ട് ആംഗിൾ ഒക്കെ എഴുതി സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ തന്നെ ഈ ബോണ്ട് ലെങ്ത് ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ 126 ഡിഗ്രി ബോണ്ട് ആംഗിൾ എഴുതിയിട്ട് ഈ ഡൈക്രോമേറ്റ് അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ തന്നെ ഞാൻ അതിന് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് കൊടുക്കും. കാരണം എനിക്കറിയാം 126 ഡിഗ്രിന്ന് ബോണ്ട് ആംഗിൾ എഴുതാൻ അറിയുന്ന ആൾക്ക് ആ ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ വരയ്ക്കാൻ അറിയാം എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആൻസർ ഷീറ്റ് നോക്കുന്ന ആളുകളെ ഇംപ്രസ് ചെയ്യുന്ന പോലെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും എഴുതേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ത് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്ന ആൾക്ക് നിങ്ങൾ ഈ ബോണ്ട് ആംഗിൾ എഴുതി ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എനിക്കറിയാം നീ അത് നല്ലോണം പഠിച്ചിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് 126 ഡിഗ്രി ബോണ്ട് ആംഗിൾ എഴുതുന്നതെന്ന്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ട്രിക്സ് ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. അത് എഴുതുമ്പോഴേ നമ്മൾ ഇംപ്രസ്ഡ് ആയി നിങ്ങൾക്ക് മാർക്ക് വീഴും. ഓക്കെ, അപ്പൊ ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പം ഈ 2- എഴുതാൻ എപ്പോഴും കുട്ടികൾ മറക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മറന്നാൽ മാർക്ക് പോകും. ഓക്കെ, അയൺ ആണ് നമ്മൾ വരയ്ക്കുന്നത്, ആ 2- എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനി നോക്കാം. 2023 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റ് അയണിന്റെയും സ്ട്രക്ചർ. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2022 2024 ഒക്കെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, അത് ഓക്സിഡൈസ് ചെയ്യും. ആരെയൊക്കെ ഓക്സിഡൈസ് ചെയ്യും, അയഡൈഡിനെ അയഡിനായിട്ട് ഓക്സിഡൈസ് ചെയ്യും, സൾഫൈഡ്സിനെ സൾഫർ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും, ടിന്ന് 2+ ടിന്ന് 4+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും, അയൺ അല്ലെ Fe2+നെ Fe3+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഈ ഇക്വേഷൻസ് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതിന്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതൂ എന്ന് പറഞ്ഞ് ചോദിക്കും. അല്ലെങ്കിൽ സ്പെസിഫൈ ആയിട്ട് അവർ പറയും Fe2+നെ Fe3+ ആയി മാറ്റുന്ന ഇക്വേഷൻ എഴുതൂന്ന്. അപ്പൊ ഈ 4 ഇക്വേഷനും നമ്മൾ ഏത് ഉറക്കത്ത് ചോദിച്ചാലും എഴുതുന്ന പോലെ പഠിക്കണം. ഈ 4 ഇക്വേഷൻസ് ബാലൻസ് ചെയ്ത് ഇക്വേഷൻ എഴുതാൻ പഠിക്കണം. ഇക്വേഷൻ എഴുതാൻ പഠിക്കുമ്പോൾ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് Cr2O7 2- എന്തായിട്ടാണ് മാറുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. Cr3+ ആയിട്ടാണ് മാറുന്നത്. അസിഡിക് മീഡിയത്തിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. H+ ഉണ്ട്, I- I2 ആക്കിയാണ് മാറ്റുന്നത്. Fe2+നെ Fe3+ ആക്കിയാണ് മാറ്റുന്നത്. S2- സൾഫൈഡിനെ സൾഫർ ആക്കിയാണ് മാറ്റുന്നത്. ടിൻ 2+നെ ടിൻ 4+ ആക്കിയാണ് മാറ്റുന്നത്. ഈ റിയാക്ഷൻസ് ഇങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. ഒരു 2-3 തവണ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറൈസ് ചെയ്ത് ഇരിക്കാനായിട്ട് പറ്റും. ബാലൻസ് ചെയ്ത് തന്നെ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം എക്സാം ഹാളിൽ ഇരുന്ന് ബാലൻസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരുപാട് സമയം പോവും. അതെന്താണ്, മണ്ടത്തരമായി പോകും കേട്ടോ. അപ്പം ഇക്വേഷൻസ് എന്ത് ചെയ്യുക, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒന്ന് ഓർത്ത് ഇരിക്കുന്ന പോലെ മിസ് അങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്ന പോലെയാണ് പഠിക്കാറ്. ബാലൻസ് ചെയ്യാം, നമുക്ക് ബാലൻസ് ചെയ്യുന്ന രീതിയുണ്ട്, ബാലൻസ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിൽ പഠിക്കുന്നതാണ്. പക്ഷെ എക്സാം ഹാളിൽ ഇരുന്ന് ഈ 1 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ വരുമ്പം അത് അവിടെ ഇരുന്ന് ബാലൻസ് ചെയ്ത് അതിന്റെ പുറത്ത് 5 മിനിറ്റ് കളയുന്നത് ഇസ് മണ്ടത്തരം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്ത് തന്നെ ഈ ഇക്വേഷൻസ് എഴുതാനായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തത് നോക്കുക. ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ക്രോമാറ്റോറിൽ നിന്ന് K2Cr2O7 പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയാൻ 3 സ്റ്റെപ്സിൽ എഴുതി കൊടുക്കണം. ഇക്വേഷൻസ് എഴുതണം, മസ്റ്റ് ആയിട്ട് ഇക്വേഷൻസ് പഠിക്കണം. ഇക്വേഷൻസ് എഴുതുമ്പം ബാലൻസ്ഡ് ആയി തന്നെ എഴുതണം. ഇനി നോക്കുക, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പർപ്പിൾ കളർ ക്രിസ്റ്റൽസ് ആണ് അല്ലെ, KMnO4ന്റെ പ്രിപ്പറേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പൈറോലുസൈറ്റ് ഓറിൽ നിന്നാണ് ഇവനെ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് MnO2നെ നമ്മൾ എടുത്തിട്ട് ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യും അല്ലെ, KOH വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും, ഇൻ പ്രസൻസ് ഓഫ് എയർ ആണ്. അപ്പൊ നമുക്ക് ഡാർക്ക് ഗ്രീൻ കളറില് K2MnO4 കിട്ടും. ഈ K2MnO4 ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, KMnO4 കിട്ടും. ഓക്കെ, സിമ്പിൾ സ്റ്റെപ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കാം. MnO4 2- സ്ട്രക്ചറും MnO4- സ്ട്രക്ചറും പഠിച്ചു വെക്കുക കേട്ടോ. ഇവിടെ നോക്കുക, ഇതിന്റെ സ്ട്രക്ചർ മാംഗനേറ്റ് അയൺ ഗ്രീൻ കളർ ആണ്, അതിന് ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ്. പെർമാംഗനേറ്റ് അയൺ പർപ്പിൾ കളർ ആണ്, അതിന് ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ പഠിച്ചു വെക്കുക, കളറും പഠിച്ചു വെക്കുക, വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ,
ഇനി ഇവനും ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇവന്റെയും 5 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ അവിടുത്തെ 4 ഇക്വേഷൻ, ഇവിടുത്തെ 5 ഇക്വേഷൻ, ടോട്ടൽ 9 ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇതാ എപ്പോഴും ചോദിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്, ഓക്സലേറ്റിനെ ഇവൻ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നുണ്ട്, NO2നെ NO3 ആക്കി മാറ്റുന്നുണ്ട്, SO3നെ SO4 ആക്കി മാറ്റുന്നുണ്ട്, Fe2+നെ Fe3+ ആക്കി മാറ്റുന്നുണ്ട്, I-നെ I2 ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൺവേർഷൻ ഒന്ന് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ MnO4- എന്തായിട്ടാണ് മാറുന്നത്? Mn2+ ആയിട്ടാണ് മാറുന്നത്. ഈ റിയാക്ഷൻസ് നടക്കുന്നത് എങ്ങനെയാണ്? അസിഡിക് മീഡിയത്തിലാണ് റിയാക്ഷൻസ് നടക്കുന്നത്. ബാലൻസ് ചെയ്ത് ഈ റിയാക്ഷൻ എഴുതാൻ മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. റിയാക്ഷൻസ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. അത് പഠിച്ചു വെക്കാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. പെർമാംഗനേറ്റ് ടൈട്രേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസിൽ നടത്തില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തായിട്ട് ഓക്സിഡൈസ്ഡ് ആകും? ക്ലോറിൻ ആയിട്ട് മാറും. അതുകൊണ്ടാണ് പെർമാംഗനേറ്റ് ടൈട്രേഷൻസ് ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്സ് എന്താണ് നമ്മൾ ചെയ്യാത്തത്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. വേണമെങ്കിൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കും. കാരണം HCl ഓക്സിഡൈസ് ചെയ്ത് ക്ലോറിൻ ആയിട്ട് മാറുന്നത് കൊണ്ട് എന്ന് ആൻസർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി MnO4ന്റെ യൂസസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലീച്ചിങ് ഓഫ് വൂൾ, കോട്ടൺ, സിൽക്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. സെറ്റ്. ഇനി നമ്മളുടെ എഫ് ബ്ലോക്ക് എലമെന്റുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ചു. ഇനി എഫ് ബ്ലോക്ക് എലമെന്റിനെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അല്ലെ. ആരൊക്കെയുണ്ട്? ലന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ഉണ്ട്. ലന്താനം കഴിഞ്ഞു വരുന്ന 14 എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ലന്തനോയിഡ്സ് എന്നും, ആക്ടിനിയം കഴിഞ്ഞു വരുന്ന 14 എലമെന്റ്സിനെ നമ്മൾ ആക്ടിനോയിഡ്സ് എന്നും വിളിക്കും. ഇവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത്? N-2 F1 to 14, N-1, D0 to 1, NS2 എന്ന് പറഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഇവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ, ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ലന്തനോയിഡ്സിൽ വരുമ്പം എന്താണ്? അവിടെ 4F സീരീസിലുള്ള ആളുകളെയാണ് നമ്മൾ ലന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. 14 എലമെന്റുകളാണ് ആഫ്റ്റർ ലന്താനമാണ് വരുന്നത്. 6th പീരീഡിലാണ് അവരെ ലന്തനൈഡ്സ്, ലന്തനോയിഡ്സ്, ലന്തനോൺസ് ആൻഡ് റയർ എർത്ത്. നോക്ക്, അവർക്ക് വേറൊരു പേരുണ്ട് അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തവണ എക്സാമിന് ചോദിക്കാം, എന്താണ് റയർ എർത്ത് എലമെന്റ്സ് എന്ന് ചോദിക്കാം. അപ്പം അത് ലന്തനോയിഡ്സ് ആണ് എന്ന് മനസ്സിലാക്കണം. 4F സീരീസ് ആണ് വരുന്നത്, 6th പീരീഡിലാണ് വരുന്നത്. ഇവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് എന്നും കൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാം. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഇനി അറ്റോമിക് ആൻഡ് അയണിക് സൈസസിൽ വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലന്തനോയിഡ് കോൺട്രാക്ഷൻ. അതായത് ഇവർക്ക് എന്ത് വരും? ഇവരുടെ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇവരുടെ അറ്റോമിക് റേഡിയസിൽ എന്ത് സംഭവിക്കും? ഒരു ഡിക്രീസ് സംഭവിക്കും, ഒരു റെഗുലർ ഡിക്രീസ് സംഭവിക്കും. കണ്ടോ, ദ ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ ലന്തനോയിഡ്സ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ, അതിനെയാണ് നമ്മൾ ലന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ റീസൺ എന്താണ്? ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ഓഫ് എഫ് ഇലക്ട്രോൺ. എഫ് ഇലക്ട്രോണിന്റെ ഷീൽഡിംഗ് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ന്യൂക്ലിയർ ചാർജ് മുഴുവനായിട്ട് ഔട്ടർ ആയിട്ടുള്ള ഔട്ടർ ഷെല്ലിലേക്ക് പോവുകയും അതിന്റെ സൈസ് റെഡ്യൂസ് ആവുകയും ചെയ്യും. റീസൺ എന്ത് എഴുതി കൊടുക്കുക? ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ഓഫ് എഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പം ഈ ലന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണെന്നും അതിന്റെ കോൺസിക്വൻസസ് എന്താണ് എന്നുമാണ് എക്സാമിന് ചോദിക്കുന്നത്. അതിന് 3 കോൺസിക്വൻസസ് ആണുള്ളത്. അത് അതേപോലെ തന്നെ പഠിക്കണം. എന്താണ്? 3rd ട്രാൻസിഷൻ സീരീസിന്റെയും 2nd ട്രാൻസിഷൻ സീരീസിന്റെയും റേഡിയസ് സിമിലർ ആയിട്ട് വരും. അതായത് സിർക്കോണിയത്തിന്റെയും ഹാഫ്നിയത്തിന്റെയും ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ റേഡിയസ് ആയിട്ട് വരും. അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക? സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും ഒരേപോലത്തെ റേഡിയസ് ഉണ്ട്. എന്തുകൊണ്ട്? ഇറ്റ് ഇസ് ഡ്യൂ ടു ലന്തനോയിഡ് കോൺട്രാക്ഷൻ. എപ്പോഴും സിർക്കോണിയവും ഹാഫ്നിയവും ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് NBയും TA വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ മോളിബ്ഡിനവും ടങ്സ്റ്റണും വെച്ച് ചോദിക്കാം. അപ്പൊ ഈ 3 ആളുകളെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. കാരണം മെജോറിറ്റി ടൈമും സിർക്കോണിയവും ഹാഫ്നിയവും എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഡിഫിക്കൽട്ട് ആക്കാൻ അവർ ചോദിക്കും, നിയോബിയത്തിനും ടൻറ്റാലത്തിനും ഒരേ റേഡിയസ് ഉണ്ട്, എന്തുകൊണ്ട്? സിമിലർ റേഡിയസ് ഉണ്ട്, എന്തുകൊണ്ട്? അല്ലെങ്കിൽ മോളിബ്ഡിനും ടങ്സ്റ്റണിനും ഒരേ റേഡിയസ് ഉണ്ട്, എന്തുകൊണ്ട് എന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? ലന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ് റീസൺ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇവർക്ക് ഒരേ റേഡിയസ് ആയതുകൊണ്ട് ഇവരുടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് എഴുതി കൊടുക്കാം അല്ലെ.
ഡിഫിക്കൽട്ടി ഫേസ്ഡ് ഇൻ ദർ സെപ്പറേഷൻ. ഇനി അടുത്തത് ബേസിക് ക്യാരക്ടർ ഓഫ് ഹൈഡ്രോക്സൈഡ്സ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ബേസിക് ക്യാരക്ടർ ഓഫ് ഹൈഡ്രോക്സൈഡ്സ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് ലന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം മെറ്റലിന്റെ സൈസ് കുറയുന്നത് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, മെറ്റലും OH തമ്മിൽ ബോണ്ട് ചെയ്യുമ്പോഴാണല്ലേ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ഉണ്ടാവുന്നത്. മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് കുഞ്ഞു മെറ്റലും OH കൂടി ആകുമ്പോൾ അവരുടെ ബോണ്ട് സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പൊ അത് വേഗം തന്നെ OH റിലീസ് ചെയ്ത് കൊടുക്കില്ല. അപ്പം എന്ത് പറ്റും, ബേസിക് സ്ട്രെങ്ത് കുറയും അല്ലെ. ഒരാൾ നല്ല ബേസിക് ആണെന്ന് പറഞ്ഞാൽ അവൻ റെഡിലി എന്ത് ചെയ്യണം, OH- അയോൺസിനെ തരണം. പക്ഷെ ഇവന് മെറ്റൽ കുഞ്ഞാവുന്നു, അപ്പൊ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് റെഡിലി OH- അയോൺസിനെ തരില്ല. അപ്പൊ ബേസിക് സ്ട്രെങ്ത് കുറയും. ഓക്കെ, കോൺസിക്വൻസസ് നമ്മൾ പഠിച്ചു. ഇതാ ക്വസ്റ്റ്യൻ നോക്കൂ, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ലന്തനോയിഡ് കോൺട്രാക്ഷൻ, അതിന്റെ റീസൺ, അതിന്റെ കോൺസിക്വൻസസ്. 3 കോൺസിക്വൻസസും പഠിച്ചു വെക്കണം. 3 മാർക്കിന് ചോദിച്ചാൽ എഴുതേണ്ടതാണ്. ഇത്തവണ വരെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ലന്തനോയിഡ് കോൺട്രാക്ഷനും അതിന്റെ കോൺസിക്വൻസും. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ നോക്കുകയാണ്, ഇവരെ നമ്മൾ ലന്തനോയിഡ്സിനെ, എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ അതിന്റെ യൂസസ് ആണ് പറയുന്നത്. ഇപ്പൊ നോക്കുക, മിഷ് മെറ്റൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് മിഷ് മെറ്റൽ. അതിൽ 95% ലന്തനോയിഡ് മെറ്റൽ ഉണ്ട്. ആ ഒരു പെർസെൻറ്റേജും ചോദിക്കും. എത്ര പെർസെൻറ്റേജ് അയൺ ഉണ്ട്, 5% അയൺ ഉണ്ട്, 95% ലന്തനോയിഡ് മെറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ട്രേസിൽ സൾഫർ, കാർബൺ, കാൽസ്യം, അലുമിനിയം ഉണ്ട്. അപ്പൊ ഈ 5% അയൺ ആൻഡ് 95% ലന്തനോയിഡ് മെറ്റൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ മെഷ് മെറ്റലിന്റെ യൂസസും ചോദിച്ചിട്ടുണ്ട്. മെഷ് മെറ്റൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബുള്ളറ്റ്സിൽ, ഷെൽസിൽ, ലൈറ്റർ ഫ്ലിന്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ലന്തനോയിഡ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ടെലിവിഷൻ സ്ക്രീൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ അവസാനത്തെ ആൾ എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിനോയിഡ്സ് ആണ്. 5F സീരീസ് ആണ്, 7th പീരീഡിലാണ് വരുന്നത്. ഇവരൊക്കെ എന്താണ്, മെജോറിറ്റി ഓഫ് ദം എങ്ങനെയാണ്, ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ആണ്, റേഡിയോ ആക്റ്റീവ് ആണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പഠിക്കാനുണ്ട്, എന്താണ് ട്രാൻസ് യുറാനിയം എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസ് യുറാനിക് എലമെന്റ്സ്. യുറാനിയം കഴിഞ്ഞു വരുന്ന ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ആയിട്ടുള്ള എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ് യുറാനിക് എലമെന്റ്സ് എന്ന് വേണമെങ്കിൽ ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി ഇവരുടെയും ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരുന്നത്. ഇനി ഇവിടെ ലന്തനോയിഡ്സിനെ പോലെ തന്നെ ആക്ടിനോയിഡ്സിലും എന്ത് നടക്കുന്നുണ്ട്, ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കാം, ലന്തനോയിഡ്സിനെ പോലെ തന്നെയാണ് വരുന്നത്. ഇവർക്കും എന്തുണ്ട്, അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇവരുടെ സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ആണോ ലന്തനോയിഡ് കോൺട്രാക്ഷൻ ആണോ ഗ്രേറ്റർ എന്ന് ചോദിക്കും. ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ലന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്തുകൊണ്ട് എന്നും എക്സാമിന് ചോദിക്കും. എന്തുകൊണ്ടാണ് ഇത് ഗ്രേറ്റർ ആവുന്നത് എന്ന് ചോദിച്ചാൽ 4Fന്റെ ഷീൽഡിങ്ങിനേക്കാളും 5Fന്റെ ഷീൽഡിങ് ഭയങ്കര പുവറർ ആണ്. കണ്ടോ, പുവർ ഷീൽഡിംഗ് ഓഫ് 5F ഇലക്ട്രോൺ. അവിടെ ലന്തനോയിഡ് കോൺട്രാക്ഷൻ 4F ആണ് വരുന്നതെങ്കിൽ ഇവിടെ 5F ആണ്. 4Fനെയും 5Fനെയും കമ്പയർ ചെയ്യുമ്പോൾ 5Fന് പിന്നെയും പുവർ ഷീൽഡിംഗ് ആണ്. അതുകൊണ്ടാണ് വരുന്നത്. ഇതുപോലെ ചോദ്യം ചോദിക്കുക, ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ഫ്രം എലമെന്റ് ടു എലമെന്റ് ദാൻ ലന്തനോയിഡ് കോൺട്രാക്ഷൻ. വൈ? അപ്പൊ നോക്കുക, അതിന്റെ റീസൺ എന്താണ് പറയുന്നത്, 5F ഇലക്ട്രോൺസ് ഇൻ ആക്ടിനോയിഡ്സ് ഷീൽഡ് ദ ന്യൂക്ലിയർ ചാർജ് ലെസ് ഇഫക്റ്റീവ്ലി ദാൻ ദ 4F ഇലക്ട്രോൺസ് ഇൻ ലന്തനോയിഡ്. അല്ലെ, ഇവരുടെ 5Fനെയും 4Fനെയും വെക്കുമ്പോൾ കുറച്ചും കൂടി പുവറർ ആയിട്ടുള്ള ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ് 5F കാണിക്കുന്നത്. അപ്പൊ 5Fന് എന്ത് പറ്റും, പിന്നെയും ഷീൽഡിംഗ് ഭയങ്കര കുറവാണെങ്കിൽ എന്ത് വരും, ലന്തനോയിഡ്സിനേലും സൈസ് കുറഞ്ഞാണ് ആക്ടിനോയിഡ്സ് വരുന്നത്. കണ്ടോ, ദിസ് റിസൾട്ട്സ് ഇൻ എ ഗ്രേറ്റർ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓൺ ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ഓഫ് ആക്ടിനൈഡ്സ് വിച്ച് കോസസ് ഗ്രേറ്റർ കോൺട്രാക്ഷൻ. അത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ലന്തനോയിഡ്സും ആക്ടിനോയിഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ഒരു 3 മാർക്കിനൊക്കെ റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് ചോദിച്ചാൽ ഇതുപോലെ എന്ത് ചെയ്യാം, ടേബിൾ വരച്ച് ഡിഫറൻസ് നമുക്കിത് എഴുതാം, അല്ലെ, പെട്ടി വരയ്ക്കുക, എഴുതാം. അപ്പൊ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് രണ്ടുപേരും കോമൺ ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ എന്താണ്, +2ഉം +4ഉം ഇവൻ കാണിക്കുന്നുണ്ട്. ഇവൻ ആണെങ്കിൽ 4, 5, 6, 7 ഒക്കെ കാണിക്കുന്നുണ്ട്. +2 ഭയങ്കര റെയർ ആയിട്ടാണ് കാണിക്കുക. ഇനി എന്താണ്, ഇവർക്ക് കോംപ്ലക്സുകൾ ഫോം ചെയ്യാൻ സ്മോളർ ടെൻഡൻസി ആണുള്ളത്, ഇവിടെ സ്ട്രോങ് ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ലന്തനോയിഡ്സ് എന്താണ്, അവർ ഓക്സോ അയോൺസ് ഫോം ചെയ്യില്ല. ഇവൻ എന്ത് ചെയ്യും, ഇവൻ ഫോം ചെയ്യും, അല്ലെ. യെസ്. ഇനി ഇവരെന്താണ്, ഇവർ നോൺ റേഡിയോ ആക്റ്റീവ് ആണ്. ആക്ടിനോയിഡ്സ് എങ്ങനെയാണടാ, റേഡിയോ ആക്റ്റീവ് ആണ്. ഓൾ ഓഫ് ദം ആർ റേഡിയോ ആക്റ്റീവ്. ഇനി ഇവരെങ്ങനെയാ, ലെസ് ബേസിക് ആണ്, ഇവർ മോർ ബേസിക് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ലന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സും നമ്മൾ എഴുതി. അപ്പം
കംപ്ലീറ്റ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു അല്ലേ. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സും പഠിച്ചു, അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിച്ചു. മിസ് ഒന്നും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിൽ ഏറ്റവും അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പറേഷൻ അല്ലെ. രണ്ടാളുകളുടെ പ്രിപ്പറേഷൻ, KMNOF പ്രിപ്പറേഷൻ ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പ്രിപ്പറേഷനും പഠിക്കണം, അവരുടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്ന എന്താണ് ഇക്വേഷൻസും പഠിക്കണം. ടോട്ടൽ ആ ഒരു ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു 9 ഇക്വേഷൻസ് ഉണ്ട്. ഇവരുടെ പ്രിപ്പറേഷന്റെ കെമിക്കൽ ഇക്വേഷൻസും ഉണ്ട്. ബാലൻസ് ചെയ്ത് ഇക്വേഷൻസ് എഴുതാനായിട്ട് പഠിക്കണം. അപ്പം ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ. അതേപോലെ തന്നെ മിസ്സിന് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ അല്ലേ നമ്മുടെ +2 കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. അതായത് ഒന്നില്ലെങ്കിൽ എന്താണ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ഡ്രീംസ് ഉണ്ടെങ്കിൽ, ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അങ്ങനെയുള്ള ഡ്രീംസ് ഉണ്ടെങ്കിൽ നമ്മളുടെ സൈലത്തിൻ്റെ എന്താണ് നീറ്റ് JEE ബാച്ചസ് നമുക്ക് എന്താണ് ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ വന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ആ ഡെസിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ലൈഫ് ഡിറ്റർമിൻ ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യാം. സീറ്റ്സ് ഒക്കെ എന്താണ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് ഏതെങ്കിലും എന്താണ് ജോലിക്ക് കയറുക എന്നുള്ളതല്ല അല്ലേ. ഏറ്റവും ബെസ്റ്റ് കോഴ്സ് പഠിച്ച് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പാസ്സായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? അതുപോലെ നിങ്ങളുടെ ലൈഫ് മാറും. അപ്പം വയസ്സായിട്ട് നല്ല രീതിയിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ. എല്ലാവരുടെയും ഇംപ്രൂവ്മെന്റ് എക്സാംസ് ഒക്കെ അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.